ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 പുതിയ റൗണ്ടുകളിലെ മാർക്ക് സിസ്റ്റത്തിൽ പുതിയ രീതി. എലിമിനേഷന് ശേഷം ഷോ വീണ്ടും എത്തുമ്പോൾ ഷോയിലെ മത്സര രീതികൾ തന്നെ മാറ്റമുണ്ട്. ഇതുവരെ സ്കൂളുകൾ തിരിച്ചായിരുന്നു മത്സരം മുന്നോട്ട് നീങ്ങിയിരുന്നത്. ഇനി രീതികൾ മാറുന്നു. സ്കൂളുകൾക്ക് കാര്യമായ പ്രാധാന്യമില്ല. സീറ്റിംഗ് തന്നെ മാറുന്നു. നേരത്തെ ഓരോ സ്കൂളും അവരുടെ മെൻറ്റേഴ്സിനൊരുമിച്ചാണ് ഇരുന്നതെങ്കിൽ ഇനി മുതൽ മത്സരാർത്ഥികൾ ഒരിടത്തും എല്ലാ മെൻറ്റേഴ്സും മറ്റൊരിടത്തുമായിരിക്കും ഇരിക്കുക. നിലവിൽ അടുത്ത കുറേ എപ്പിസോഡുകൾ ഡു ഓർ ഡൈ എന്ന പേരിലാവും. 2 പേർ ചേർന്ന പെർഫോമൻസുകളാകും ഇതിലുണ്ടാവുക. അതായത് എല്ലാ എപ്പിസോഡിലും 5 പെർഫോമൻസ് വീതം. ഇതിൻ്റെ മാർക്ക് നൽകൽ രീതിയും വ്യത്യാസമുണ്ട്. 2 പേർ ചേർന്നാകും ഓരോ പെർഫോമൻസും. അതിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന മത്സരാർത്ഥിക്ക് 5 പോയിന്റ് ലഭിക്കും. മറ്റേയാൾക്ക് 0 പോയിന്റ് ആയിരിക്കും. 2 പേരുടെയും പെർഫോമൻസുകൾ ഒരേ ലെവൽ വന്നാൽ, അതായത് ടൈ ആയാൽ 3 പോയിന്റ് വീതം 2 പേർക്കും ലഭിക്കും. ഗോൾഡൻ സ്റ്റാർ പെർഫോമൻസ് ആണ് എന്ന് കണ്ടാൽ മഹാഗുരുവിന് ഗോൾഡൻ സ്റ്റാർ നൽകാം. അപ്പോൾ 2 പേർക്കും 5 പോയിന്റും ഓരോ ഗോൾഡൻ സ്റ്റാർ വീതവും ലഭിക്കും. മികച്ച പെർഫോമർമാരെ കണ്ടെത്താൻ മാർക്കിംഗ് ഇങ്ങനെയാണ്. ആ പെർഫോമൻസിലെ 2 മത്സരാർത്ഥികളെയും പെർഫോമൻസിനായി ഒരുക്കുന്ന മെൻറ്റേഴ്സ് 2 പേർ ഒഴികെ മറ്റെല്ലാ മെൻറ്റേഴ്സിനും ഓരോ വോട്ട് അല്ലെങ്കിൽ പോയിന്റ് വീതവും, മഹാഗുരു ഒഴികെയുള്ള 2 സ്കൂൾ മാനേജർമാർ അല്ലെങ്കിൽ ജഡ്ജസിന് 2 വോട്ട് അഥവാ പോയിന്റ് വീതവും, മഹാഗുരുവിന് 4 വോട്ട് അഥവാ പോയിന്റ് വീതവും ലഭിക്കും. ഈ വോട്ടുകൾ മത്സരാർത്ഥികളുടെ പെർഫോമൻസ് അനുസരിച്ച് ഇവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നൽകണം. അതിനുശേഷമുള്ള ആകെ പോയിന്റുകൾ അല്ലെങ്കിൽ മാർക്കുകൾ പരിഗണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മത്സരാർത്ഥി ആരോ അയാൾക്ക് 5 പോയിന്റോടുകൂടി ഇവരിലെ ബെസ്റ്റ് പെർഫോമർ ആകും. രണ്ടാമത്തെയാൾ 0 പോയിന്റ് നേടുകയും ചെയ്യും. 2 പേർക്കും ഒരേ മാർക്കാണെങ്കിൽ അത് ടൈയിലെത്തും. 3 പോയിന്റ് വീതം 2 പേർക്കും ലഭിക്കും. ഏതാനും എപ്പിസോഡുകൾ ഈ രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. നിലവിൽ പുറത്തു വന്ന 2 എപ്പിസോഡുകളിലും പെർഫോമൻസിന് ഒരേ പെയറുകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഓരോ എപ്പിസോഡിലും പുതിയ പെയറുകൾ എത്തിയാൽ ഷോ കൂടുതൽ മനോഹരമാകും. മാത്രമല്ല, മനോഹരമായ പല പെർഫോമൻസുകളും ഈ എപ്പിസോഡുകളുടെ ഭാഗമായി പ്രേക്ഷകർക്ക് ആസ്വദിക്കാനും കഴിയുന്നുണ്ട്. ഈ പുതിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യൂ.